ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ നിലവിലെ ഒരു സ്റ്റെയർകേഴ്സ് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതും നമ്മുടെ 2mm തിക്നെസ് വരുന്ന SPC ഫ്ലോറിംഗ് ഉപയോഗിച്ച്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെയർകേഴ്സിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും സ്റ്റെയർകേഴ്സ് മേക്ക് ഓവർ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ സ്റ്റെയർകേഴ്സിന് മുകളിലാണ് നമ്മുടെ 2mm തിക്നെസ് വരുന്ന SPC ഫ്ലോറിങ് നമ്മൾ ലേ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് ഗ്രാനൈറ്റ് ആണ്. നമുക്കിപ്പോൾ വേറെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിന് മുകളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലേ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇപ്പോൾ മൊസൈക്ക് ആണെങ്കിലും നോർമൽ ടൈൽസ് ആണെങ്കിലും അതിന് മുകളിൽ നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് അടിപൊളിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 3 അടി ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ്. 2 തിക്നെസ്സിലാണ് ഈ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2mm തിക്നെസ്സിലും 2.5mm തിക്നെസ്സിലുമാണ്. നമ്മൾ ഈ കാണുന്ന സൈറ്റിൽ നിന്ന് വിരിക്കാൻ പോകുന്നത് 2mm തിക്നെസ് വരുന്ന പ്ലാങ്കിറ്റ് SPC ഫ്ലോറിംഗ് ആണ്. SPC ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. സ്റ്റെയർകേഴ്സിൽ ലേ ചെയ്യാൻ പോകുന്ന പ്രോസസ്സാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ പ്ലാങ്കുകളിലും നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യും. ഗമ്മ് ഇതുപോലെ പെർഫെക്റ്റ്ലി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫ്യൂ മിനിറ്റ്സ് നമ്മളതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ, അതായത് ഇവിടെ നമ്മൾ സ്റ്റെയർകേഴ്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്റ്റെയർകേഴ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ ഗം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഓരോ മെറ്റീരിയലും അളവിനനുസരിച്ച് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ലേ ചെയ്ത് വരും. അതിനുശേഷം ഫൈനൽ ടച്ച് ആയിട്ട് നമ്മൾ പ്രൊഫൈൽ വെച്ച് ഫിനിഷിങ്ങും ചെയ്യും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഫോട്ടോസും വീഡിയോസും ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമല്ല വേറെയും കളർ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. എല്ലാം ഒരു വുഡൻ തീമിൽ വരുന്നത് കൊണ്ട് തന്നെ വുഡൻ ഫിനിഷിലാണ് വരുന്നത്. ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫും ടെർമൈറ്റ് പ്രൂഫും അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് നോർമലി ക്ലീനിങ്ങോ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ടും കഴിയും. അതുപോലെ തന്നെ നമുക്ക് നോർമൽ യൂസേജിന് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും അങ്ങനെ വരികയുമില്ല. നമുക്ക് ഈ പ്രൊഡക്റ്റ് സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റഡിയും അതുപോലെ ഡ്യൂറബിളുമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്കിത് ലൈറ്റ് കൊമേഴ്ഷ്യൽ ഏരിയകളിലും അതുപോലെ തന്നെ റെസിഡൻഷ്യലിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമാണ്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് സ്റ്റെയർകേഴ്സ് ലേ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിലുമാണ്. നിങ്ങളുടെ നിലവിലെ സ്റ്റെയർകേഴ്സ് കുത്തിപ്പൊളിക്കാതെ യാതൊരു തലവേദനകളും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് നമുക്ക് ഈ വരുന്നത്. പക്ഷേ നമ്മുടെ ഓരോ വീട്ടിലെ ഓരോ സ്റ്റെയർകേഴ്സും വളരെ വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ ഗ്രാനൈറ്റ് ആണെങ്കിൽ എന്തായാലും മോൾഡിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ തരും. ഇത് എങ്ങനെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഗൈഡൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലോർ ലെവലിനെ കുറിച്ചിട്ട്. നമ്മുടെ സർഫേസ് എത്രത്തോളം ലെവലായിരിക്കുന്നോ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വർക്കിൻ്റെ ഫിനിഷ് വരുന്നത്. ഈ 2 തിക്നെസ്സിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഈ പ്രൊഡക്റ്റ് മാത്രമല്ല വേറെയും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നതുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോകൾ ഞാൻ അത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്.